നമ്മുടെ പ്രിയങ്കരിയായ നടി കവിയൂർ പൊന്നമ്മയുടെ മരണവും അവരെ അവസാനമായി യാത്രയാക്കാൻ മകൾ ബിന്ദു എത്തിയില്ല എന്നതും നമ്മൾ ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ. മകൾക്ക് അമ്മയെപ്പറ്റി, അമ്മയുടെ സ്നേഹത്തെപ്പറ്റി പരാതിയുണ്ടെന്ന് കവിയൂർ പൊന്നമ്മ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ തിരക്ക് പിടിച്ച സിനിമാ ജീവിതത്തിനിടയിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്തായാലും മനഃപൂർവ്വമല്ലായിരിക്കാം മകൾ വരാതിരുന്നത്. പെട്ടെന്ന് വരാൻ പറ്റിയ സാഹചര്യമല്ലായിരിക്കും. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. മക്കളെ അകമഴിഞ്ഞ് സ്നേഹിക്കാത്ത അമ്മമാരുണ്ട്. പക്ഷേ അമ്മയുടെ സ്നേഹം എത്രത്തോളം മക്കളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നത് വളരെ പ്രാധാന്യമല്ലേ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ. എനിക്ക് തോന്നിയിട്ടുണ്ട് അമ്മയുടെ സ്നേഹവും ലാളനയും കൂടുതൽ ആഗ്രഹിക്കുന്നത് പെൺകുട്ടികളാണെന്ന്. ഇല്ലെങ്കിൽ അവർ അത് പ്രകടിപ്പിക്കുന്നത് വഴക്കിലൂടെയും ശാഠ്യത്തിലൂടെയുമാണെന്ന്. ഇൻ്റർവ്യൂവിൽ കവിയൂർ പൊന്നമ്മ പറഞ്ഞിട്ടുണ്ട് മകൾ വല്ലാത്ത ശാഠ്യക്കാരിയാണെന്ന്. കുട്ടികളുടെ മനസ്സിൽ ചെറുപ്പത്തിലേറ്റ മുറിവുകൾ അവർ എത്ര വലുതായാലും അതവിടെ ഉണ്ടാവും. നമ്മൾ എത്ര സ്നേഹിച്ചാലും ഒരവസരം വരുമ്പോൾ അവരത് പ്രകടിപ്പിക്കുകയും ചെയ്യും. സ്നേഹം മാത്രം പോരല്ലോ, കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനും സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനും ആത്മവിശ്വാസമുള്ള വ്യക്തികളായിരിക്കാൻ അവരെ പ്രാപ്തരാക്കുകയെന്നതും അമ്മമാരുടെ കടമ തന്നെയാണ്. അമ്മമാർക്കൊരു സ്വഭാവമുണ്ട്, എല്ലാ കാര്യങ്ങളും അവരങ്ങ് ഏറ്റെടുത്ത് ചെയ്യും. അല്ലാത്ത അമ്മമാരും ഇല്ലെന്നല്ല. അവസാനം ഒരാവശ്യം വരുമ്പോൾ മക്കൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ച നിലയിലായിരിക്കും. ചെറുപ്പം മുതലേ സ്വന്തം കാര്യങ്ങൾ അവർ ചെയ്യാൻ പഠിക്കണം. സ്വയം തീരുമാനങ്ങൾ എടുക്കാനും കഴിയണം. ധൈര്യപൂർവ്വം ഒരു സാഹചര്യത്തെ നേരിടാനും കാര്യങ്ങൾ ഏറ്റെടുക്കാനും പ്രാപ്തരാകണം. അവരെ വിശ്വസിക്കാനും ഒരു വ്യക്തിയെ അംഗീകരിക്കാനും നമുക്ക് കഴിയണം. അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കുക, അവരുടെ ഇഷ്ടങ്ങളെ മാനിക്കുക, ഇതൊക്കെ അവരെ എത്രത്തോളം ആത്മവിശ്വാസമുള്ളവരാക്കും. അവരോട് സംസാരിക്കാനും അവരോടൊപ്പം കൂട്ടുകൂടാനും നമ്മൾക്ക് കഴിയുമെങ്കിൽ അവരെന്നും നമ്മോടൊപ്പം നിലകൊള്ളും, നമ്മളെ കരുതും, സ്നേഹിക്കും. അവരുടെ ജീവിതം അവർ ജീവിക്കട്ടെ. നമ്മുടേതായ ഒരു ലോകവും ഇഷ്ടവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്കും കഴിയണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയല്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.